ലാസ്റ്റ് ഇഫ്താറല്ലേ, അതിനെ പറ്റി എന്താ അഭിപ്രായം? ഇഫ്താറിന്റെ ബാങ്ക് വിളിയിലേക്ക് നമ്മളിത് അടുത്തോണ്ടിരിക്കുകയാണ്. ട്രിപ്പിളിന്റെ ലാസ്റ്റ് ഇഫ്താറാണ്. അപ്പൊ എല്ലാരും ബിരിയാണി കഴിച്ചിട്ട് സുഖനിദ്ര. നമ്മുടെ ലാസ്റ്റ് ഇഫ്താറല്ലേ, എന്താ പറയാനുള്ളത്? ശരി, ഓക്കെ. നല്ലത് പറഞ്ഞിട്ട് പോയി, നല്ലത് പറഞ്ഞിട്ട് പോയിരുന്നു, നല്ലത് പറഞ്ഞിട്ട് പോയിരുന്നു. ഇത് ഫുൾ ലൈവ് ആക്കി ഇടുന്നതായിരിക്കും. എടാ, നമ്മുടെ ലാസ്റ്റ് ഇഫ്താറല്ലേ, എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. ലാസ്റ്റ് ഇഫ്താറല്ലേ, എന്താ പറയാനുള്ളത്? എന്നാ ഒന്നും പറയാനില്ല. നോമ്പാണ്. നമ്മുടെ കോളേജ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? അങ്ങനൊന്നുമില്ലടാ. എല്ലാരും ഇവരല്ലേ? അറിവിന്താ നമ്മുടെ ലാസ്റ്റ് ഇഫ്താറില്ലേ, എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? എന്താ പേടിയാടാ, ദൈവമായിട്ട് ഇടുക കേട്ടോ. ഇവിടെ ഇല്ലേ നമ്മുടെ ലാസ്റ്റ് ഇഫ്താറില്ലേ, എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല. ഇല്ല, കുഴപ്പമില്ല. സ്നേഹ എന്താണ് പറയാനുള്ളത്? ലാസ്റ്റ് ഇഫ്താർ നമ്മുടെ ലാസ്റ്റ് ഇഫ്താർ. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് നമ്മുടെ കോളേജ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? ആരുമില്ല. എന്താണിത്? ആക്റ്റീവാന്ന് പറഞ്ഞിരുന്നേ, പക്ഷേ ആക്റ്റീവ് അല്ല. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരായിരിക്കും കോളേജ് കഴിഞ്ഞിട്ട്? ക്ലാസ് ആയിരിക്കും. ക്ലാസ് മിസ് ചെയ്യും, ഉറപ്പായിട്ടും. ക്ലാസ് മിസ് ചെയ്യും. നീ ക്ലാസ് മിസ് ചെയ്യും? എവിടെ? ഇല്ല, അവള് മിസ് ചെയ്യത്തില്ല. അവല്ലേ നമ്മുടെ കോളേജ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? മിസ് ചെയ്യാൻ പോണേ അങ്ങനെയൊന്നുമില്ല. മിസ് ചെയ്യത്തില്ല. ഇല്ല, ചില്ലായിരിക്കും. ലാസ്റ്റ് ഇഫ്താറിനെ പറ്റി എന്താ അഭിപ്രായം? ഇവിടെ പറയും നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. ഇതും ഇതില്ലല്ലോ. നല്ലായിരിക്കും. നിങ്ങൾ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? ഫ്രണ്ട്സിനെ എല്ലാരും മിസ് ചെയ്യും. എന്ത് പറയാനുള്ളത്? ബാങ്ക് കൊടുക്കുമ്പോഴേ ഈത്തപ്പഴം തിന്നാൻ പാടുള്ളൂ. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈത്തപ്പഴം തിന്നാൻ പാടില്ല. ലാസ്റ്റ് ഇഫ്താറല്ലേ, അതിനെ പറ്റി എന്താ അഭിപ്രായം? ഇഫ്താറിന്റെ ബാങ്ക് വിളിയിലേക്ക് നമ്മളിത് അടുത്തോണ്ടിരിക്കുകയാണ്. ട്രിപ്പിളിന്റെ ലാസ്റ്റ് ഇഫ്താറാണ്. അപ്പൊ എല്ലാരും ബിരിയാണി കഴിച്ചിട്ട് സുഖനിദ്ര. കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഫസ്റ്റ് പീരീഡ് കട്ടാക്കിയിട്ടുള്ള ഉറക്കം. യെസ്. അല്ല, വീട്ടിലുറക്കം. ആ, അതെ. ആ വീടല്ല, നമ്മളെ വീട് കേക്കല്ലേ. ഫസ്റ്റ് പീരീഡ് കട്ടാക്കിയിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാം. അതിന്റെ അത്ര സുഖം വേറെ ഒന്നുമില്ല, ഉറപ്പായിട്ടും. ഏതാടാ, നമ്മളൊന്നും മിസ് ചെയ്തില്ല. നമ്മുടെ ഫൈനലി നമ്മുടെ ഇഫ്താറാണ്, ഫൈനൽ ഇയറിന്റെ ലാസ്റ്റ് ഇഫ്താറാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത്. നോമ്പൊന്നും പിടിച്ചില്ല. നോർമലി നോമ്പ് പിടിക്കാതെയാണ് നമ്മൾ നോമ്പ് മുറിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് വൈബായിട്ട് നമുക്ക് കാര്യങ്ങൾ കണ്ടു നോക്കാം, സമയം എങ്ങനെയൊക്കെ ആവും. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഒരാൾക്കാണ് കേട്ടോ. ഒരാൾക്ക് ഒരെണ്ണമല്ല, ഒരാൾക്ക് ഒരു പ്ലേറ്റ് 4 പേർക്കാണ് കേട്ടോ. നമ്മുടെ ഇഫ്താർ നോമ്പ് അരുവ നമ്മുടെ അവസാനത്തെ നോമ്പ് പറയാട്ടോ. ഇതിനകത്ത് എന്താ ഫുഡുണ്ട്? സമൂസയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, തണ്ണിമത്തൻ ഉണ്ട്, മുന്തിരി ഉണ്ട്. ഇനി എന്തൊക്കെ വരാനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു പ്ലേറ്റ് 4 പേർക്ക്. താണ്ടെ പഴംപൊഴി ഉണ്ട്, പഴംപൊഴി. കേശവ് ബ്രോ
നമ്മളെ ലാസ്റ്റ് ഇഫ്താറില്ലേ നമ്മളെ ലാസ്റ്റ് ഇഫ്താർ എന്താ പറയാനുള്ളത്? ലാസ്റ്റ് ഇഫ്താർ നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? എടാ, നീ കോളേജ് കഴിഞ്ഞാട്ടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? നിന്നെ പോളാ ആരായിരിക്കും? ആരും മിസ് ചെയ്തില്ലയോ? നിന്നെ തന്നെ പിന്നല്ലാണ്ട് ഓ ചങ്കാണ്. ഇഫ്താറിന് അതില് ഇഫ്താറൊക്കെ വരാറുണ്ടോ? ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. കഴിഞ്ഞോട്ടോ എവിടെ ഉണ്ടായിരുന്നു? എന്നാലും കൊള്ളാം. ലാസ്റ്റ് ഇഫ്താർ ഇല്ലയോ? എന്താ പറയാനുള്ളത്? നമ്മൾ ലാസ്റ്റ് ഇഫ്താറാണ്. നമ്മൾ പൊളിക്കും. മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എല്ലാരും വന്നിട്ടുണ്ട്. എടാ, നീയേ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ആരെയായിരിക്കും? നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ നമ്മുടെ ഒരു കൂട്ടായ്മ അടിച്ചുപൊളി മിസ് ചെയ്യും. പിന്നെ നിന്റെ വ്ളോഗ് ആദ്യം നീ പോയി കുളി. പ്രത്യേകിച്ചൊന്നുമില്ലടാ. നല്ലൊരു നോമ്പ് തുറ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അടിപൊളി ആവട്ടെ, മെമ്മറബിൾ ആവട്ടെ. എടാ, നമ്മുടെ ലാസ്റ്റ് കോളേജ് ലൈഫ് ഇല്ലയോ? നമ്മുടെ കുറച്ച് ദിവസം കോളേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരായിരിക്കും? പിന്നെ അങ്ങനെ ആരുമില്ല. നമ്മുടെ ഗ്യാങ് ഫ്രണ്ട്സ്. എടാ, നമ്മൾ ഗ്യാങ് ഫ്രണ്ട്സിന് മറന്നു പോകാൻ പോകുന്നില്ല. അത് കോണ്ടാക്ട് ആണ്. ഞാൻ നേരത്തെ റിപ്ലൈ ഞാൻ മറക്കത്തൊന്നുമില്ലടാ, എല്ലാം വൈബായിരിക്കും. നീ പോടാ. ബാങ്ക് കൊടുക്കും. ഫസ്റ്റ് വിസ്മില്ല, എന്നിട്ട് ഈത്തപ്പ എടുക്കാം, അച്ചെടുക്കാം, അത് തിന്നാ. അതന്നെ പറ്റത്തില്ല. ഇപ്പൊ ബാങ്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. നമ്മൾ ഈത്തൊറ. നോമ്പുറയുടെ പേര് ഈത്തൊറ അല്ലയോ? ഇത്തറ വിളിച്ചാലോ? ഇത്തറ. കുറെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. കുറെ ഫുഡുണ്ട്. നമുക്ക് തരുന്നത് തണ്ണിമത്തൻ കാണിച്ചു തരാനാണ്. തണ്ണിമത്തനുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, മുന്തിരി ഉണ്ട്. ഇതൊക്കെ സംഭവം കേട്ടോ. സമൂസ, പഴംപൊഴി, ഡേറ്റ്സ്, വാട്ടർമെലൺ, പൈനാപ്പിൾ, പിന്നെ ജ്യൂസ്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. ബിരിയാണി ഉണ്ടല്ലോ. ഓക്കെ. നമ്മുടെ അവസാനത്തെ നോമ്പ് തുറയില്ലയോ? നിനക്ക് എന്താ പറയാനുള്ളത്? അവസാനത്തെ നോമ്പുറയ്ക്ക് എന്താ നോമ്പുറ? അവസാനം ഇങ്ങനെ കൂട്ടത്തിൽ ഒരുമിച്ചിരിക്കുന്ന അവസാനം അത് തന്നെ. എല്ലാരും സന്തോഷം ഇല്ലയോ? ഈ ഒരു കൂട്ടായ്മ ഇനി ഒരിക്കലും കാണത്തില്ലടാ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എല്ലാരും വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല 100 പേരുക്കുള്ള എത്രയും പേര് വന്നിട്ടുണ്ട്. നമ്മള് ഒരു അടിപൊളി പരിപാടി. ഈ ഒരു കൂട്ടായ്മ ഇനി ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല. നമ്മുടെ ബിജില മിസ്സൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ ലിക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഒരുവിധം നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും രണ്ട് ബാച്ചിൽ എല്ലാവരും ഒരുവിധം വന്നിട്ടുണ്ട്. പക്ഷെ കൊള്ളാം കേട്ടോ. എല്ലാവരും ഉള്ളപ്പോൾ നമ്മുടെ ഒരു വൈബ് ഓക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനെയും ഈ വൈബ് ഒന്നും മിക്കവാറും ഇനി കിട്ടത്തില്ല നോർമലി. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി പോവാല്ലോ. ഒരിടത്ത് ഇവരെല്ലാം പല വഴിക്ക് പല സ്ഥലത്ത് പോകും ഇല്ലടാ, പല വഴിക്ക് പോകും. പിന്നെ നമ്മളത് കാണുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇതിന്റെ കല്യാണമൊക്കെ അവിടെ കാണുന്നത് പറയണ്ടേ? ഞാൻ വെച്ച് വാങ്ങി കഴിച്ച് കഴിഞ്ഞിട്ട് പറയാതിരിക്കുന്നു. ആദ്യം നമ്മള് ഈത്തപ്പഴം കഴിക്കുന്നത്. ഈത്തപ്പഴം വെള്ളം കുടിക്കണോ? വെള്ളം കുടിക്കാം. നാളെ നമുക്കാണോ? നാളെ എടുത്തോ. ഓക്കെ. ഓക്കെ ഇല്ലയോ? എല്ലാം കൂടി അല്ലേ? എന്താ പറയാ?
ഓർഡർ ഒന്നും ഇല്ല. എന്ത് ഓർഡർ? അതൊന്നുമില്ല, ഇഷ്ടമല്ല. ഓർഡറൊന്നുമില്ല. പക്ഷെ നമ്മുടെ മുന്തിരി ഇല്ല, കുറച്ചേ ഉള്ളൂ. ഇന്നുണ്ടോ? ഞങ്ങൾക്ക് കുറേ മുന്തിരി ഉണ്ട്. എന്താ അല്ല, നോമ്പ് എടുക്കാതെ എങ്ങനെ നോമ്പ് പൊരിക്കാന്ന് പറഞ്ഞുതരാം. ഇതെങ്ങനെയാ കണ്ടോ? പൈനാപ്പിൾ. പഴംപഴി മൊത്തം കഴിക്കത്തില്ല തോന്നില്ലയോ? നീ മുറിച്ചില്ലേ ഇത്? എനിക്ക് എല്ലാവരും എണീറ്റാണ്ടേ. എനിക്ക് നമ്മുടെ ചെമ്പൂട്ടിക്കൽ ബിരിയാണി ചെമ്പൂട്ടിക്കൽ വന്ന് അങ്ങോട്ട് പോയി അങ്ങോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇഫ്താറൊക്കെ? ഇതും കൂടെ കൊണ്ടാണ് ഇതൂടെ കൊണ്ടാന്ന് ചോദിക്കും. അടിപൊളി സൂപ്പർ അടിപൊളി പരിപാടിയാണ് നടക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താണ് നമ്മൾ പരിപാടി നടത്തിയിരിക്കുന്നത്. എല്ലാവരും നല്ല കോൺട്രിബ്യൂഷൻ. എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ വന്ന് കഴിച്ചു, അത് വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. പിന്നെ കഴിച്ചോ? സാധനം കിട്ടി, എല്ലാ സാധനം കിട്ടിയായിരുന്നു. ബിരിയാണി കിട്ടി? അപ്പോൾ പോയി ഇല്ല, ബിരിയാണി കിട്ടിയില്ല, ഇനി പോകണം. അല്ല, കഴിച്ചിട്ട് പോകണം. ആരിഫായിട്ട് കഴിക്കണമെന്നാണ് ആഗ്രഹം. പെട്ടെന്ന് കഴിച്ചു. ഓക്കെ. ഒരമോളെ കൈയൊട്ട്, അമ്മയുടെ മോളെ കൈയൊട്ട്, അപ്പു തിന്ന കൈയൊട്ട്. ഒരാടെ പുട്ടിന്റെ പാട്ടാണ് എന്നോട് കടിക്കണ്ട. പണവും പ്രഭാതവും നമുക്കെന്തിനാ, സൈറ്റുണ്ടല്ലോ സൈറ്റിൽ പണിയുണ്ടല്ലോ. വാസിമിന്റെ പൊടിയേ വാ. ഈ ഫോം മാറ്റിയോ? റിവ്യൂ ഇഫ്താറിന്റെ റിവ്യൂ ഫേമസ് ആവും. നമ്മുടെ ബിരിയാണി തിരിക്കണം. ജ്യൂസാണ്. കാറിട്ട് മറ്റേ ലാഡ് നോക്കി